ഇരിക്കുന്നവനും ഇരുന്നവനുമായ വരുവാനിരിക്കുന്നതുമായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എല്ലാ പ്രേക്ഷകർക്കും ജെറുസലേം മിഷനിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ദൈവത്തിന് മഹത്വം. ബഹുമാന്യരെ, യേശു ആരെ എന്ന വിഷയത്തിൽ നാം ഇതുവരെ 14 വീഡിയോകൾ ദൈവകൃപയാൽ ചെയ്യുവാൻ ഇടയായല്ലോ. അതിൽ 4ാമത്തെ പാർട്ട് ഭ്രമണപഥത്തിലേക്ക് കുതിച്ച റോക്കറ്റ് സഞ്ചാരപഥം വിട്ട് മറ്റൊരു തലത്തിലേക്ക് വഴുതിപ്പോയി എന്നതുപോലെ ആ 4ാമത്തെ വീഡിയോ ഫേസ്ബുക്കിൽ പലരും കാണുവാൻ ഇടയായി. അത് എത്രയും വേഗം യൂട്യൂബിലേക്ക് പിടിച്ചിടുവാൻ ബഹുമാനപ്പെട്ട നമ്മുടെ സ്നേഹിതനോട് പറഞ്ഞിട്ടുണ്ട്. യേശു ആരെ എന്ന വിഷയത്തിൽ തൃത്വത്തിൽ രണ്ടാമതായി വെളിപ്പെട്ട യേശു ക്രിസ്തു പുത്ര പദവിയിൽ 2 സംജ്ഞകൾ ഉള്ള വ്യക്തിത്വം ആണെന്ന് നമുക്ക് അറിയാമല്ലോ. ഒന്നാമത്തേത് ദൈവപുത്രൻ, രണ്ടാമത്തായി മനുഷ്യപുത്രൻ. അതിൽ മനുഷ്യജന്മം അഥവാ വേഷത്തിൽ മനുഷ്യനായി വരും മുമ്പ് ദൈവപുത്രനായിരിക്കെ അവിടുന്ന് അപൂർവ സന്ദർഭങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് പ്രത്യക്ഷമായ സംഭവങ്ങളാണല്ലോ കഴിഞ്ഞ 7 വീഡിയോകളിലായി നാം ദർശിച്ചുകൊണ്ട് ഇരുന്നത്. ഇനി മനുഷ്യപുത്രനായ യേശുവിനെ കുറിച്ച് അത്രയും നമുക്ക് ചിന്തിക്കേണ്ടത്. എന്നാൽ അതിന് ശേഷമായി യേശു ആര് എന്ന വിഷയം തീരുമ്പോൾ പിതാവായ ദൈവം എന്നതായിരിക്കും നാം പരിചിന്തനം ചെയ്യുന്നത്. പിന്നീട് ആത്മാവാം ദൈവം, തുടർന്ന് ട്രിനിറ്റി തൃത്വം, അതായത് ത്രിയേക ദൈവം, ശേഷമായി മനുഷ്യന് സ്വർഗവും നരകവും, നിത്യത, അങ്ങനെയുള്ള വിശ്വാസ വിഷയങ്ങളെല്ലാം നാം ഇതിനിടയ്ക്ക് ചിന്തിക്കുമ്പോൾ, വിചിന്തനം ചെയ്യുമ്പോൾ, പ്രിയമുള്ളവരെ, ഇന്നത്തെ പ്രാമാണിത്വങ്ങൾ മിക്കവയും വചനാനുസരണമായി ഉലയിൽ വീണ് കീടമുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വചനമെന്ന തീയിൽ, ആത്മാവാം അഗ്നിയിൽ കത്തി ചില പൊയ്മുഖങ്ങൾ, പൊയ്ക്കാലുകൾ എന്ന് വെച്ചാൽ അയാഥാർത്ഥികമായ, യാഥാർത്ഥ്യമല്ലാത്ത അടിസ്ഥാന കെട്ടുകളിൽ ഉയർത്തി നിർത്തിയിരിക്കുന്ന ബിംബങ്ങളും പ്രതിബിംബങ്ങളും തകർന്നു വീഴും. യാഥാർത്ഥ്യങ്ങൾ സ്ഫുടം ചെയ്ത് ഉണരും, പ്രഭമിന്നി തിളങ്ങും എന്നത്രേ ഇവിടെ ഉദ്ദേശിക്കുന്നത്. യേശു ആര് എന്ന വിഷയം തിരഞ്ഞെടുക്കപ്പെടുവാൻ കാരണം 3 ആണ്. ഒന്ന്, കോട്ടയം ഞാരിയാകുടി ചർച്ച് ഓഫ് ഗോഡ് സഭാംഗവും പ്രമുഖ സുവിശേഷ സ്നേഹിയും പ്രവർത്തകനുമായ കുഞ്ഞവറാച്ചായൻ്റെ ബംഗ്ലാവിനോട് ചേർന്നുണ്ടായിരുന്ന ടാബർനാക്കിൾ എന്ന ബൈബിൾ കോളേജിൽ 2.5 പതിറ്റാണ്ട് മുൻപ്, ചിലർ 1/4 നൂറ്റാണ്ട് എന്നൊക്കെ മോടി പറയും, അതെ 25 വർഷം മുമ്പ് എൻ്റെ പുസ്തകങ്ങളുടെ വിൽപ്പനയോടനുബന്ധിച്ച് ഞാൻ അവിടെ ചെല്ലുകയും മാസത്തിൽ 2 തവണയെങ്കിലും ഞാൻ അവിടെ ചെല്ലുക പതിവായിരുന്നു. പക്ഷേ ചാക്കോമിസ്കറിയ ആയിരുന്നു അവിടുത്തെ രജിസ്ട്രാർ. അദ്ദേഹത്തിൻ്റെ ഭാര്യ റോസമ്മ ആൻറ്റിയും പ്രവൃത്തി മണ്ഡലങ്ങളിലെ ഉണ്ടായിരുന്നു. അവരിരുവരും എൻ്റെ മാതാവ് CJ അന്നക്കുട്ടി എന്ന് പറയുന്ന എൻ്റെ മാതാവിനോട് വലിയ സ്നേഹമുള്ളവരായിരുന്നു, സ്നേഹിതരായിരുന്നു. അവരെ എൻ്റെ വീട്ടിൽ സാധാരണ വൈകുന്നേരം ഓരോ മാസത്തിൽ 1 പ്രാവശ്യമെങ്കിലും വന്ന് ദീർഘസമയം എൻ്റെ ചെറുപ്പത്തിൽ അവിടെ സമയം ചിലവഴിക്കുമായിരുന്നു. അതേ കുഞ്ഞോറച്ചാൻ്റെ കോളേജിൽ ഞാൻ ചെന്നാൽ ആ ഭവനത്തിൽ വരാന്തയിൽ സന്ദർശകരോടും അധ്യാപകരോടുമൊക്കെ ചേർന്ന് വചനസംബന്ധമായ ചർച്ചകളിൽ പങ്കാളിയാകുമായിരുന്നു. ബാല്യം മുതലേ എന്നേക്കാൾ പ്രായമുള്ളവരോട് സംസാരിച്ച് അവരിൽ നിന്ന് കേട്ട് മനസ്സിലാക്കാനും ചോദ്യങ്ങൾ ചോദിക്കാനുമുള്ളൊരു ത്വര ഉണ്ടായിരുന്നത് കൊണ്ട് അത് ഇന്നും എൻ്റെ മനസ്സിൽ അങ്ങനെ തന്നെയാണ് എൻ്റെ സമീപനം. എൻ്റെ പുസ്തകം നോക്കിയിട്ട് ഞങ്ങൾ ഭക്ഷണമേശയിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുഞ്ഞുറാച്ചാൻ എൻ്റെ ഒരു പുസ്തകം നോക്കിയിട്ട് പറയുകയാണ്, ഇതിൽ കർത്താവിനെ കുറിച്ച് ഒന്നും എഴുതിയിട്ടില്ലല്ലോ.
അച്ചായൻ്റെ സമീപത്ത് തന്നെ വട്ടമേശയിൽ ഞാനും മറ്റു ഇതിലും ഇരുന്ന് ഉച്ചഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം ഇങ്ങനെ ഗൗരവത്തോടെ ചോദിച്ചത്. ഞാൻ പറഞ്ഞു, ഈ പുസ്തകം ദൈവത്തെക്കുറിച്ചാണ്, ശാസ്ത്രമാണ്. പൊതുവായി ദൈവം എന്ന നിലയിൽ ദൈവാസ്തിത്വത്തെ തെളിയിക്കാൻ ശ്രമിക്കുകയാണ്. കുഞ്ഞോറച്ചാൻ പറഞ്ഞു, അല്ല, എന്തെഴുതിയാലും അതിൽ യേശുവിനെ പറ്റി ഉണ്ടായിരിക്കണം, അല്ലാത്തതെല്ലാം അപൂർണമാണ്. ഇനിയും ശ്രദ്ധിച്ചോണം. ഞാൻ അത് വളരെ ഗൗരവമായും ശ്രദ്ധാപൂർവം ഏറ്റെടുത്തു. അല്പം ചർച്ചാ രീതിയിലെങ്കിലും ഞാൻ വിശദീകരണം നൽകിയതൊന്നും വിലപ്പോയില്ല. ഒരു ഇളയ സഹോദരനോടോ ബന്ധക്കാരനോടോ എന്ന നിലയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പെരുമാറ്റങ്ങൾ എല്ലായ്പ്പോഴും. വലിയ അതിഥികൾ വന്നാലും കുഞ്ഞോറാച്ചായൻ്റെ മറ്റുള്ളവരോടുള്ള സ്നേഹത്തിന് ഒരു മാറ്റവും ഇല്ല. അങ്ങനെ എങ്കിൽ ഇനി സർവത്തിലും സർവ്വതുമായ സകല നന്മകളുടെയും ദാതാവായ കർത്താവിനെക്കുറിച്ച് മാത്രം ഒരു പുസ്തകം എഴുതണമെന്ന് ഞാൻ ചിന്തിച്ചു, തീരുമാനിച്ചു. ഇനി രണ്ടാമത്തെ കാരണം, മധ്യ തിരുവിതാംകൂർ കേന്ദ്രമായൊരു പെന്തക്കോസ്റ്റ് സ്ഥാപനത്തിൻ്റെ ജനറൽ കൺവെൻഷനിലെ യേശു ക്രിസ്തുവിനെ മുഖ്യ വിഷയമാക്കിയുള്ള പ്രസംഗങ്ങളാണ്. ദീർഘകാലം അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ മലയാളം ഡിസ്ട്രിക്ട് ജനറൽ സെക്രട്ടറിയും എന്നെ ഒരു സ്നേഹിതനായും കണക്കാക്കിയ റവറൻ ഡോക്ടർ ബാബു ജോർജ് റാന്നിയുടെ മീഡിയ സ്റ്റാളിൽ ഞാനും എഴുത്തുകാരൻ സജി മേത്താനും പ്രവർത്തിച്ചിരുന്നു. മേപ്പടി സൂചിപ്പിച്ച കൺവെൻഷൻ നഗറിലെ ഏജിയുടെ കൺവെൻഷൻ അല്ല. പകൽ യോഗങ്ങളിൽ പ്രസംഗങ്ങൾ നടന്നുകൊണ്ടിരിക്കെ അലസരായിട്ട് ഞങ്ങളുടെ സ്റ്റാളിലേക്ക് പലരും വന്നിരുന്ന ഭാഷമാരാണ്. ഒന്നും കേൾക്കാനില്ല. ഓരോ രാജ്യത്തു നിന്നും വരുന്നവർ പറഞ്ഞത് തന്നെ രാത്രി വരുന്നവരും പറയുന്നു, പകലും രാത്രിയും എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, വിഷയം പറയുന്നതെല്ലാം ഒന്ന് തന്നെ എന്ന് മർമ്മരം ചെയ്തു അവർ മുഷിവ് പറയുക. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ഇതിനു മുമ്പേ, അതായത് പണ്ട് സമുദായക്കാരെന്ന് പറഞ്ഞവരായിരുന്നു വിഷയക്രമീകരണത്തിൽ വിഷയം ക്രമീകരിച്ച് പ്രസംഗിക്കുന്നത്. എന്നും എപ്പിസ്കോപ്പൽ സഭകൾ ആ ചിട്ടയിൽ ആ പാറ്റേൺ തുടർന്നു പോവുകയാണ്. അവർക്കൊരു വിഷയമുണ്ട് പ്രസംഗിക്കാൻ. ആണ്ടുതോറും അവർ പള്ളികളിൽ തന്നെയാണെങ്കിൽ വർഷങ്ങളിൽ അവരുടെ പാട്ട്, വായനാ ഭാഗങ്ങൾ സകലതും, സുവിശേഷ ഭാഗം സകലതും ഒരു വിഷയത്തോട് അനുബന്ധിച്ച് ജനങ്ങളുടെ ഹൃദയങ്ങളത് ആഴ്ന്ന് ഇറങ്ങി വേര് പടർത്തി അതിൽ ഫലം കായ്ക്കത്തക്കവണ്ണം നല്ല മുന്തിരിവള്ളിയായി കൊമ്പുകളായി അവരിൽ ഫലമുണ്ടാകുവാൻ വേണ്ടിയുള്ള ഒരു ക്രമീകൃതമായിട്ടുള്ള വിഷയങ്ങളായിരുന്നു. അപ്പോൾ ഇതെല്ലാം ബന്ധുക്കോസുകാരതിന് തുടങ്ങിയല്ലോ എന്നൊക്കെ ഞാൻ സന്തോഷിച്ചു. അപ്പോഴാണ് ഇതൊക്കെ കേൾക്കുന്നത്. അതെ, ഇതാണ് കഥ. അതിനാൽ യേശു ആര് എന്ന് എഴുതണമെന്ന് ഞാൻ ഉറപ്പിച്ചു. 17-ാം വയസ്സിൽ ആന്ധ്രാപ്രദേശിലെ ഈസ്റ്റ് ഗോദാവരി ഡിസ്ട്രിക്റ്റിലെ രാജമുൻട്രി എന്ന സ്ഥലത്തെ ബൈബിൾ കോളേജിൽ ഞാൻ പഠിച്ചത് ഓർത്തു. അരനൂറ്റാണ്ട് മുൻപാണത്. 48 വർഷം മുമ്പ് ഷായ്പന്മാരാണ് അവരെ പഠിപ്പിച്ചത്. ഇന്ത്യയിലെ ബിഷപ്പ് ഡി ജോസഫും റവറൻ എ തോമസും മാത്രമായിരുന്നു ഇന്ത്യൻ അധ്യാപകർ. ചർച്ച് ഓഫ് ഗോഡ് ഓഫ് പ്രൊഫസി അഥവാ പ്രവചന ദൈവസഭ, അവിടുത്തെ കേരള സ്റ്റുഡൻസിലെ ഒന്നാമനായിരുന്നു ഞാൻ. ഈ എളിയവൻ ബെസ്റ്റ് സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പം എൻ്റെ മനസ്സിലൊക്കെ അപ്പോൾ ഈ പറയുന്ന ചിന്തകളൊക്കെയും കടന്നു കയറി. ആഴത്തിൽ ക്രിസ്തീയ സത്യങ്ങളെ, വചനത്തിൽ നിന്നുള്ളവ പറയണമല്ലോ എന്ന് എൻ്റെ മനസ്സ് എന്നോട് പറഞ്ഞു. പിന്നെ മൂന്നാമത്തെ കാരണം, യേശു ആരെന്ന് അവതരിപ്പിക്കാൻ കാരണം, എൻ്റെ സ്നേഹിതനും പ്രമുഖനുമായ പേര് കേട്ട ഒരു സുവിശേഷനോട് കർത്താവിനെക്കുറിച്ച് പ്രസംഗിക്കാൻ പറയുമ്പോൾ അദ്ദേഹം പ്രസംഗിച്ചതെല്ലാം സാമൂഹ്യ രാഷ്ട്രീയ കാര്യങ്ങൾ, പിന്നെ മേമ്പൊടിയായി പേരിന് അല്പം ക്രിസ്തുവിനെക്കുറിച്ചുള്ള ചില കാര്യമൊക്കെ പറഞ്ഞ് അദ്ദേഹം ഒന്ന് കൺക്ലൂഡ് ചെയ്യും. അദ്ദേഹത്തോട് എനിക്ക് അല്പമില്ലാത്ത ദേഷ്യം തോന്നി. അപ്പോഴാണ് പ്രശസ്ത സുവിശേഷൻ കോട്ടയംകാരൻ ബാബു മോസസ് എന്നോട് പറഞ്ഞത്, അതായത് ഞാൻ തന്നെ കർത്താവിനെക്കുറിച്ച് പറയുക എന്ന്. അങ്ങനെയാണ് യേശു ആര് എന്ന വിഷയം ഈ നിലയിൽ അവതരിപ്പിക്കാനുള്ള അടിയൻ്റെ മൂന്നാമത്തെ കാരണം അഥവാ ശ്രമം. അതായത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ടത് യേശുവിനെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുക. അതുകൊണ്ട് ഈ നാളുകളിലായി ഈ വീഡിയോയിലൂടെ അടിയൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ബൈബിൾ സത്യങ്ങളെ
അതിൻ്റെ മൂല്യതയുടെ അതിൻ്റെ നാനാവിധ വശങ്ങൾ പരിശോധിച്ചുകൊണ്ട് അത് പ്രാവർത്തികമാക്കേണ്ടതായിട്ടുള്ള സംഭവഗതികളെക്കുറിച്ച് ചിന്തിച്ച് ലോകശാസ്ത്രങ്ങൾ ബൈബിൾ സത്യങ്ങൾക്ക് ഹാനി വരികയില്ല. വചനം എക്കാലത്തും ആകാശവും ഭൂമിയുള്ള കാലത്തോളം നിലനിൽക്കുന്ന സത്യവചനം, ഒഴിഞ്ഞു പോകാത്ത വചനം, സ്വർഗത്തിലേക്കും സ്ഥിരമായിരിക്കുന്ന വചനം, അതിൻ്റെ സ്ഫുടമായ അവസ്ഥയിൽ അതിൻ്റെ ശരിയായ സാഹചര്യത്തിൽ ഒട്ടും അർത്ഥം ചോർന്നു പോകാതെ ദൈവം തരുന്ന അതേ കർത്താവ് നൽകുന്ന കൃപയ്ക്കനുസരിച്ച് തുടർമാനമായി ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് സകല ജ്ഞാനത്തോടും കൂടെ വിശുദ്ധ പൗലോസ് അപ്പോസ്തലനെ പറഞ്ഞതുപോലെ നാം ഒരുമിച്ച് ചിന്തിക്കുക. അപ്പോൾ കർത്താവിൻ്റെ സ്വരം നമുക്ക് കേൾക്കാൻ കഴിയും. അവിടുത്തെ ഉണ്മയാർന്ന സാന്നിധ്യം നമ്മളെ ആനന്ദിപ്പിക്കും. കൃത്രിമമായ ആവേശങ്ങളില്ലാതെ നാം യഥാർത്ഥമായ സാന്നിധ്യം അറിയും. അതേ വചനമെന്ന മായമില്ലാത്തതും ആത്മാവിൽ കപടതയില്ലാത്തതുമായ തിരുസാന്നിധ്യം നിങ്ങളെ രാജ്യവും പുരോഹിതരുമാക്കി തീർത്ത് സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു എന്ന ആത്മതലത്തിലെത്തിക്കും. സംശുദ്ധമായ വീക്ഷണ ചതുരതയിൽ നിന്ന് നമുക്ക് യേശുവിനെ അറിയണം. യേശു ആര് എന്ന വിഷയത്തിൽ നാം മുന്നേറുമ്പോൾ നമ്മുടെ അടുത്ത വീഡിയോകളിൽ മനുഷ്യപുത്രൻ എന്ന പരമ്പരയായിരിക്കും ദൈവേഷ്ടമായാൽ വിചിന്തനം ചെയ്യുന്നത്. ദൈവപുത്രനായ യേശു മനുഷ്യപുത്രനായി തീർന്ന മനുഷ്യപുത്രൻ എന്ന പരമ്പര അടുത്ത വീഡിയോകളിൽ നമുക്കത് ഒരുമിച്ച് ചിന്തിക്കുമ്പോൾ ആത്മാവിൻ്റെ വലിയ നടത്തിപ്പും സഹവാസവും നമ്മളെ പരിലാളനം ചെയ്യുമാറാകട്ടെ. ഏവർക്കും നന്ദിയും വന്ദനവും അറിയിച്ചുകൊണ്ടും അതേസമയം ക്രിസ്തുവിൽ പ്രിയരായ നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ടും വിനയപൂർവ്വം നിർത്തട്ടെ. എല്ലാവർക്കും വീണ്ടും വന്ദനം. പ്രൈസ് ദി ലോർഡ്.